Hello dears, welcome back to our YouTube channel SJ Family. Happy cooking and fun with us. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണല്ലേ? ഞങ്ങൾ നമ്മുടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. ഇന്ന് ഓഗസ്റ്റ് 20 ട്യൂസ്ഡേ ആണ് കേട്ടോ. നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്കും പ്രിയപ്പെട്ട എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്കിന്നൊരു നോൺ വെജ് ഐറ്റം ആയാലോ? ഞാനിന്ന് വന്നിട്ടുള്ളത് തമിഴ്നാട് സ്പെഷ്യലായിട്ടുള്ള ആമ്പൂർ ചിക്കൻ ബിരിയാണിയുടെ വീഡിയോ ആയിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് ഇറക്കുന്നതിന് മുന്നേ ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഞങ്ങളുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അതേപോലെ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ കണ്ടാലോ. തമിഴ്നാട് സ്പെഷ്യൽ ആമ്പൂർ ചിക്കൻ ബിരിയാണി എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത് നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 1 കിലോ ചിക്കൻ നന്നായിട്ട് കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു പാത്രത്തിലേക്ക് 2 ഗ്ലാസ് ബസുമതി അരി ഇട്ട് കൊടുക്കാം. 1 കിലോ ചിക്കനും 2 ഗ്ലാസ് ബസുമതി അരി കൊണ്ട് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്കൊരു മിക്സി ജാറിലേക്ക് 6 ചുവന്ന മുളകും 10 അല്ലി വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. 6 ചുവന്ന മുളകും 10 അല്ലി വെളുത്തുള്ളി തൊലിയെല്ലാം കളഞ്ഞ് അതിലേക്ക് മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അതിൻ്റെ കൂടെ 2 ഇഞ്ച് നീളത്തിൽ വരുന്ന ഇഞ്ചിയും കൂടെ തൊലിയെല്ലാം കളഞ്ഞ് നന്നായിട്ട് കഴുകിയെടുത്ത ശേഷം ചെറുതാക്കി മുറിച്ച് മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ചുവന്ന മുളകും വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. 1 ടീസ്പൂൺ വെള്ളവും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അങ്ങനെ അത് അരച്ചെടുത്തിട്ടുണ്ട്. ചുവന്ന മുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് അവിടെ ഇരിക്കട്ടെ. ഇനി നമുക്കൊരു കുക്കർ ചൂടാക്കി എടുക്കാം. കുക്കർ ചൂടായി വന്നതും അതിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും 2 ടേബിൾ സ്പൂൺ നെയ്യുമാട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അത് ചൂടായി വന്നതും അതിലേക്ക് 5 ഏലക്ക, 5 ഗ്രാമ്പ്, 2 പീസ് പട്ട, 1 സ്റ്റാർ അനീസ്, 1 മേയ്സ്, 1 ടീസ്പൂൺ കസ്കസും കൂടെ ചേർത്ത് കൊടുക്കാം. ബിരിയാണി ഇല ഉണ്ടെന്നുണ്ടെങ്കിൽ 1 ബിരിയാണി ഇലയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ബേ ലീഫും കൂടി ഇട്ട് കൊടുക്കാം. പക്ഷേ എൻ്റെ കയ്യിൽ ഇല്ലാത്ത കാരണം ഞാനത് ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ. ഇനി അതൊന്ന് ഇളക്കി കൊടുത്ത ശേഷം അതിലേക്ക് 2 മീഡിയം സൈസ് സവോള തൊലിയെല്ലാം കളഞ്ഞ് നന്നായിട്ട് കഴുകിയെടുത്ത ശേഷം അതും കൂടെ നീളത്തിൽ മുറിച്ചും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി അതിൻ്റെ കൂടെ 1 പച്ചമുളകും കൂടെ നന്നായിട്ട് കഴുകിയെടുത്ത ശേഷം അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഗ്യാസിൻ്റെ ഫ്ലെയിം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഈ സവോള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അങ്ങനെ അതാ സവോളയുടെ കളറെല്ലാം മാറി ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 പിടി പുതിനയിലയും 1 പിടി മല്ലിയിലയുമാണ് ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ അതാ പുതിനയിലയും മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്ത ശേഷം നമുക്കൊന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്ത ശേഷം അതിലേക്ക് 2 നന്നായി പഴുത്ത 2 മീഡിയം സൈസ് തക്കാളി നന്നായിട്ട് കഴുകിയെടുത്ത ശേഷം ചെറുതാക്കി മുറിച്ചും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ചുവന്ന മുളകിൻ്റെയും വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും ആ അരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. കാശ്മീരി മുളക് പൊടി ഇല്ലാന്നുണ്ടെങ്കിൽ സാധാരണ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ സാധാരണ എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതിയാവും. മുളക് പൊടി എന്തിനാണ് ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ആമ്പൂർ ചിക്കൻ ബിരിയാണി എന്ന് പറഞ്ഞാൽ നല്ല റെഡ് കളറിലാണ് ഉണ്ടാവുക. അപ്പോൾ റെഡ് കളർ കിട്ടാൻ വേണ്ടിയാണ് നമ്മളിവിടെ കാശ്മീരി ചില്ലി പൗഡർ കാശ്മീരി മുളക് പൊടി 1 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. സാധാരണ എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിൻ്റെ പച്ചമണമെല്ലാം മാറി വന്നതും അതിലേക്ക് നമ്മൾ നന്നായിട്ട് കഴുകി വെച്ചിട്ടുള്ള ചിക്കനും കൂടെ 1 കിലോ ചിക്കനും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. അങ്ങനെ അത് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 4 ടേബിൾ സ്പൂൺ അധികം പുളിയില്ലാത്ത തൈരാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. തൈര് എന്തും ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ചിക്കൻ വെന്ത് വരുമ്പോൾ ചിക്കൻ ഉള്ളിൽ നല്ലപോലെ സോഫ്റ്റ് ആയിരിക്കാനാണ് നമ്മളിവിടെ 4 ടേബിൾ സ്പൂൺ തൈരും കൂടെ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അങ്ങനെ ഇതാ തൈരും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക്
ചിക്കനിലേക്ക് പിടിച്ചു കിട്ടാനുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ ചിക്കനിലേക്ക് പിടിച്ചു കിട്ടാൻ വേണ്ടി ഉപ്പ് മാത്രം ഇപ്പോൾ ചേർത്ത് കൊടുത്താൽ മതിയാവും. 1 ടേബിൾ സ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഗ്യാസിൻ്റെ ഫ്ലെയിം മീഡിയം ഫ്ലെയിമിൽ നിന്നും സിമ്മിലേക്ക് മാറ്റി കൊടുക്കുക കേട്ടോ. ഗ്യാസിൻ്റെ ഫ്ലെയിം സിമ്മിലേക്ക് മാറ്റി കൊടുത്ത ശേഷം അതിലേക്ക് ഈ ചിക്കൻ വേവാനായിട്ടുള്ള 1 കപ്പ് അല്ലെങ്കിൽ 1 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം. നമ്മൾ ഏത് ഗ്ലാസ്സിലാണോ അരി എടുത്തത് അല്ലെങ്കിൽ ഏത് കപ്പിലാണോ അരി എടുത്തത് അതേ ഗ്ലാസ് തന്നെ അല്ലെങ്കിൽ അതേ കപ്പിൽ തന്നെ 1 ഗ്ലാസ് വെള്ളം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചിക്കൻ വേവാൻ വേണ്ടിയുള്ള വെള്ളം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. മൊത്തത്തിൽ നമുക്കിവിടെ ഈ ബിരിയാണിക്ക് 4 ഗ്ലാസ് വെള്ളമാണ് വേണ്ടത്, 4 കപ്പ് വെള്ളമാണ് വേണ്ടത്. അതിൽ നമുക്ക് 4 ഗ്ലാസ്സിൽ നിന്ന് നമുക്ക് 1 ഗ്ലാസ് ഇതിലേക്ക് ഇപ്പോൾ വെള്ളം ചേർത്ത് കൊടുക്കാം. ബാക്കി 3 ഗ്ലാസ് വെള്ളം അരി വേവുമ്പോൾ ചേർത്ത് കൊടുത്താൽ മതിയാവും. അങ്ങനെ 1 ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് നമുക്കിതൊന്ന് ഈ ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാം. ഗ്യാസിൻ്റെ ഫ്ലെയിം സിമ്മിൽ വെച്ചിട്ട് 10 മിനിറ്റ് നമുക്ക് ഈ ചിക്കൻ ഒന്ന് വേവാനായിട്ട് വെക്കാം കേട്ടോ. ഞാനിതാ ഇവിടെ ഇതേപോലെ ഒരു പ്ലേറ്റ് കൊണ്ടാണ് കേട്ടോ അടച്ച് വെച്ച് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ 10 മിനിറ്റ് ആ ചിക്കൻ ഒന്ന് വെന്ത് വരട്ടെ. ഇനി നമുക്ക് ജീരകശാല അരി നന്നായിട്ടൊന്ന് കഴുകിയെടുത്ത ശേഷം ഒരു 3-4 തവണ നല്ലപോലെ കഴുകിയെടുത്ത ശേഷം കുറച്ച് വെള്ളവും വെച്ച് നമുക്ക് ഈ അരി ഒന്ന് കുതിർക്കാനായി ഒരു 10 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കാം. ഈ ചിക്കൻ 10 മിനിറ്റ് ഒന്ന് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് അരിയും ഒന്ന് കുതിർന്ന് കിട്ടും. അങ്ങനെ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ടെന്ന് നമുക്ക് തുറന്ന് നോക്കാം. അങ്ങനെ ചിക്കനിൽ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല മണവും വരുന്നുണ്ട് ഈ സമയത്ത്. ഇനി അതിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ച് കുതിർക്കാനായി വെച്ചിരുന്ന അരിയിൽ നിന്ന് വെള്ളമെല്ലാം കളഞ്ഞിട്ട് നമുക്ക് അരി മാറ്റി വയ്ക്കാം. അങ്ങനെ വെള്ളമെല്ലാം മൂറ്റി കളഞ്ഞിട്ട് നമ്മൾ അരി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് അവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ആ കുക്കറിലേക്ക് അരി വേവിക്കാനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. മൊത്തത്തിൽ 4 ഗ്ലാസ് വെള്ളമാണ് ഞാൻ പറഞ്ഞത്. അതിൽ 1 ഗ്ലാസ് വെള്ളം നമ്മൾ നേരത്തെ ചിക്കൻ വേവനെ ചേർത്ത് കൊടുത്തിരുന്നു. ഇനി 3 ഗ്ലാസ് വെള്ളം കൂടെ നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ബിരിയാണിക്ക് മൊത്തത്തിൽ 4 ഗ്ലാസ് വെള്ളമാണ് കേട്ടോ വേണ്ടത്. 2 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് അരിയും 1/2 കിലോ ചിക്കനും 4 ഗ്ലാസ് വെള്ളമാണ് മൊത്തത്തിൽ വേണ്ടത് കേട്ടോ. അതിൽ നമ്മൾ ചിക്കൻ വേവിക്കുമ്പോൾ തന്നെ 1 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുത്തിരുന്നു. ഇനി നമുക്ക് 3 ഗ്ലാസ് വെള്ളവും കൂടെ അതിലേക്ക് ഒഴിച്ച് കൊടുത്ത് അതിലേക്ക് നമ്മൾ വെള്ളം ഊറ്റി മാറ്റി വെച്ചിരിക്കുന്ന അരിയും കൂടി ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് ഇനി അരി വേവാനുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ 1 ടേബിൾ സ്പൂൺ ഉപ്പ് ചിക്കൻ വേവാനായി ഇട്ട് കൊടുത്തിരുന്നു. ചിക്കനിലേക്ക് പിടിച്ച് കിട്ടാനായി 1 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിരുന്നു. ഇനി അരി വേവാനുള്ള ഉപ്പും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് എത്രയാണോ ഉപ്പ് ആവശ്യം അതിനനുസരിച്ച് നമുക്ക് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഈ സ്റ്റേജിൽ നമുക്ക് ഉപ്പ് കറക്റ്റാണോ എന്ന് നമുക്ക് നോക്കാം. അങ്ങനെ ഉപ്പെല്ലാം കറക്റ്റാണ് കേട്ടോ. നമ്മുടെ അരിയിലേക്ക് അതുപോലെ ചിക്കനിലേക്ക് ഉപ്പ് കറക്റ്റായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ ലെമൺ ജ്യൂസും കൂടെ ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ ഒരു ചെറിയ നാരങ്ങയുടെ പകുതി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാനിതാ ചെറിയ നാരങ്ങയുടെ പകുതി നീര് മുഴുവനായിട്ടും ഇതിലേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ, ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം ഞാനിവിടെ നേരത്തെ അടച്ച് വെച്ച് കൊടുത്ത അതേ പ്ലേറ്റ് കൊണ്ട് തന്നെ ഇതൊന്ന് അടച്ച് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് ഒരു വെയിറ്റും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാനിവിടെ ഇതേപോലെ ഒരു ഇടിക്കല്ലാണ് എടുത്തിട്ടുള്ളത്. ഇടികല്ലെടുത്തിട്ട് അതിൻ്റെ മുകളിലേക്കായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. വെച്ച് കൊടുത്തിരുന്നും ദം ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ കുക്കറിൻ്റെ മൂടി കൊണ്ട് അടച്ച് വെച്ചിട്ട് ഒരു വിസിൽ വരുന്നവരൊന്നും വേവിച്ചെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു വിസിൽ വരുന്നവരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. പക്ഷേ അതിനേക്കാൾ നമുക്ക് ബിരിയാണിക്ക് ടേസ്റ്റ് കിട്ടുന്നത് ഇങ്ങനെ ദം ചെയ്യുമ്പോൾ എടുക്കുമ്പോൾ മാത്രമാണ് ടേസ്റ്റ് കിട്ടുന്നത്. ഗ്യാസിൻ്റെ ഫ്ലെയിം സിമ്മിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് ഒരു 20 മിനിറ്റ് വരെ നമുക്കിതൊന്ന് ദം ചെയ്തെടുക്കാം. ഈ ദം ചെയ്തെടുക്കുന്നതിലാണ് നമ്മളിവിടെ ആമ്പൂർ ബിരിയാണി ടേസ്റ്റ് കിട്ടുന്നത്. ഗ്യാസിൻ്റെ ഫ്ലെയിം സിമ്മിൽ വെച്ചിട്ട് 20 മിനിറ്റ് വരെ നമുക്കിതൊന്ന് ദം ചെയ്തെടുക്കാം. ഇതേപോലെ പ്ലേറ്റ് വെച്ച് കൊടുത്ത ശേഷം അതിൻ്റെ മുകളിലേക്ക് ഇതേപോലെ വെയിറ്റും കൂടെ ഒന്ന് വെച്ച് കൊടുക്കണം കേട്ടോ. കുക്കറിൻ്റെ മൂടി കൊണ്ടാണ് അടച്ച് വെച്ചിട്ട് വേവിക്കുന്നതെങ്കിൽ ഗ്യാസിൻ്റെ ഫ്ലെയിം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു വിസിൽ വരുന്നവരെ ഇതൊന്ന് വേവിച്ചെടുത്താൽ ആമ്പൂർ ബിരിയാണി ഇവിടെ റെഡിയായി കിട്ടും. പക്ഷേ കുക്കറിൻ്റെ മൂടി വെച്ച് കൊടുത്തിട്ട് അടച്ച് വെച്ച് കൊടുത്ത് വേവിക്കുന്നതിനേക്കാൾ
നല്ല ടേസ്റ്റ് ഉണ്ടാകും ഇതേപോലെ ദം ചെയ്തെടുക്കുമ്പോൾ കേട്ടോ. അങ്ങനെ ഇതാ 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിതാ ദമ്മെല്ലാം ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ബിരിയാണിയിലെല്ലാം വെള്ളമെല്ലാം വറ്റി നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ആമ്പൂർ ചിക്കൻ ബിരിയാണി, തമിഴ്നാട് സ്പെഷ്യൽ ആമ്പൂർ ചിക്കൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്കായിട്ട് ഞാനിവിടെ ഒരു മുട്ട വേവിച്ചതും കൂടെ വെച്ചുകൊണ്ട് ഞാനിത് ഗ്യാസിൻ്റെ ഫ്ലെയിം ഓഫാക്കി കൊടുത്തു. ഇനി ഇതിൻ്റെ മുകളിലേക്കായിട്ട് ഞാനിവിടെ കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ലൊരു ഫ്ലേവറിന് വേണ്ടി നമ്മളിവിടെ മല്ലിയിലയും കൂടെ കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അതിൻ്റെ മുകളിലേക്കായിട്ട് ഞാനിവിടെ ഒരു മുട്ടയും കൂടെ വേവിച്ചിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരല്പം നെയ്യും കൂടെ അതിൻ്റെ മുകളിലേക്കായിട്ട് ഒഴിച്ചു കൊടുക്കാം. നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി മാത്രമാണ്. ഞാനിവിടെ 1/2 ടീസ്പൂൺ നെയ്യും കൂടെ മുകളിലേക്കായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ചൂടോടെ കൂടെ തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാനിത് ഒരു മുട്ട നല്ലപോലെ വേവിച്ച ശേഷം അതിൻ്റെ മുകളിലേക്കായിട്ട് ഇതേപോലെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ച് വയ്ക്കാം. 5 മിനിറ്റിന് ശേഷം നമുക്കിത് ഓപ്പൺ ചെയ്ത് എടുത്താൽ നമ്മുടെ പെർഫെക്റ്റ് നല്ല മണമുള്ള ആമ്പൂർ ചിക്കൻ ബിരിയാണി ഇവിടെ റെഡി ആയി കിട്ടും കേട്ടോ. ഞാൻ ചെയ്യുന്ന പോലെ ഇതേ അളവിൽ നിങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള തമിഴ്നാട് സ്പെഷ്യൽ ആമ്പൂർ ചിക്കൻ ബിരിയാണി വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അങ്ങനെ അതാ 5 മിനിറ്റ് ആ പ്ലേറ്റ് കൊണ്ടൊന്ന് അടച്ച് വെച്ച് തുറന്നിട്ടുണ്ട്. നല്ല മണമുണ്ട് കേട്ടോ ഈ ബിരിയാണി. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ. കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ തമിഴ്നാട് സ്പെഷ്യൽ ആമ്പൂർ ചിക്കൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ. ചിക്കൻ വാങ്ങുമ്പോൾ ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടമാവും. ഇതിൽ പറഞ്ഞിട്ടുള്ള ഇതേ മെത്തേഡ് നിങ്ങൾ ഫോളോ ചെയ്യണമെങ്കിൽ നിങ്ങൾക്കും ഇതേപോലെ പെർഫെക്റ്റ് ആയിട്ട് ചിക്കൻ ബിരിയാണി വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ആമ്പൂർ ചിക്കൻ ബിരിയാണി വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. കുട്ടികൾക്കൊക്കെ ഇതേപോലെ വെറൈറ്റി ആയിട്ടൊക്കെ ഉണ്ടാക്കി കൊടുക്കാം. ഇനി ബിരിയാണി കഴിക്കാനായിട്ട് നമുക്ക് ഹോട്ടലിലൊന്നും പോകേണ്ട ആവശ്യമേ ഇല്ല. കുറച്ചൊന്ന് പണിയെടുത്താൽ നമുക്ക് വീട്ടിൽ തന്നെ വയറ് നിറയെ ബിരിയാണി ഉണ്ടാക്കി കഴിക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ആമ്പൂർ ബിരിയാണി നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും ഇനി വീട്ടിൽ ചിക്കൻ വാങ്ങുമ്പോൾ ഇതേപോലെ ബിരിയാണി ഉണ്ടാക്കി നോക്കുക കേട്ടോ. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടമാവും. നമ്മുടെ ഇതിൽ ചേർത്ത് കൊടുത്ത ചിക്കനും എല്ലാം കറക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അതേപോലെ റൈസും എല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മളിവിടെ ആമ്പൂർ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. വീട്ടിലേക്കൊക്കെ ആരെങ്കിലുമൊക്കെ ഗസ്റ്റൊക്കെ വന്നാൽ ഇതേപോലെ ബിരിയാണി ഉണ്ടാക്കി കൊടുത്ത് നോക്കട്ടോ. തീർച്ചയായിട്ടും അവർ കഴിക്കും. എല്ലാവരും ഹാപ്പി ആവും. എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും കേട്ടോ. ഇനി നമുക്കിത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. അങ്ങനെ ഇതാ സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മളെ തമിഴ്നാട് സ്പെഷ്യലായിട്ട് ആമ്പൂർ ചിക്കൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ. ഇനി വീട്ടിൽ ചിക്കനൊക്കെ വാങ്ങുമ്പോൾ ഇതേപോലെ ബിരിയാണിയൊക്കെ വീട്ടിലുണ്ടാക്കി കഴിച്ച് നോക്കുക കേട്ടോ. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടമാവും. കുറച്ചൊന്ന് പണിയെടുക്കേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. നമുക്ക് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ചിക്കൻ ബിരിയാണി വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യലായിട്ടുള്ള തമിഴ്നാട് സ്പെഷ്യൽ ആമ്പൂർ ചിക്കൻ ബിരിയാണി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഞങ്ങളുടെ റെസിപ്പികളെല്ലാം ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെങ്കിലും ഒപ്പീനിയൻ എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സുകളൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അതേപോലെ ഞങ്ങളുടെ വീഡിയോസ് എല്ലാം കാണുക. കണ്ടിട്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അതേപോലെ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. അങ്ങനെ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഒരു ബെല്ലൈക്കൺ കാണും. ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ അതിൽ ഓൾ എന്ന ഓപ്ഷനും കൂടെ കാണും കേട്ടോ. ഓൾ എന്ന ഓപ്ഷനും കൂടെ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ഞാൻ ഓരോ ദിവസം വരുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ.
അപ്പോൾ എല്ലാവരും മറക്കാതെ വീഡിയോ കാണുന്നതിനോടൊപ്പം ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. കാരണം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടാണ് ഞങ്ങളുടെ സ്ട്രെങ്ത്ത്, ഞങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള സ്ട്രെങ്ത്ത്. അപ്പോൾ മറക്കാതെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പം പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് ഞങ്ങൾ നാളെ വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. Thanks for watching. Subscribe our channel and support us.